ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഡിഷാണ്. ഇതിന് കർച്ചോഫ് എന്നും ആർട്ടിച്ചോക്ക് എന്നും പറയും. ഇത് വിറ്റാമിൻസ്, ഫോസ്ഫറസ്, മിനറൽസ് ഒക്കെ നല്ല അടങ്ങിയ അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ലുലു മാളിലൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കത് കണ്ടപ്പോൾ നമ്മൾ മേടിച്ചാണ്. നല്ല റേറ്റൊക്കെയാണ് ഇതിന്. ഇത് നമ്മൾ ആകെ 2 മേടിച്ചുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന വിധം ഇപ്പോൾ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കാനെ കൊണ്ട് ഭയങ്കര ഈസിയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഇതേപോലെ ഇതിനെ കുറച്ച് പുറത്തെ കുറേ ഇതളുകളുണ്ട്, അതെല്ലാം കളയണം. എന്നാന്ന് വെച്ചാൽ അതെല്ലാം ഈ പറഞ്ഞ പോലെ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്, ഈ രീതിയിലാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ ഈ ഇതളൊക്കെ എടുക്കുമ്പോൾ ശരിക്കും ഒരു പൂ പോലെ, പൂവിൻ്റെ മുട്ട അല്ലെങ്കിൽ ഒരു നല്ല റോസാപ്പൂ പോലെയൊക്കെ ഇരിക്കും. ഇതുപോലെ ഇതളുകൾ ഇങ്ങനെ വിരിയിച്ച് നന്നായിട്ട് എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് പോയിൻ്റ്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ഇപ്പം കട്ടിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ കളയണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും വേണ്ട, എന്നാലും അത് നല്ല വൃത്തിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കുറേ നാരുകളും അതും ഇതുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നിൽക്കുന്ന എല്ലാം കണ്ടിച്ച് കളയണം. എന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗത്തു നിന്ന് വീണ്ടും ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് ബാക്കിൽ ഇതേപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നു അന്ന് പറഞ്ഞ കണക്ക് തിരിച്ച് പിടിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ആ കുറേ നാരുകളെല്ലാം കളയണം. ഈ നാരുകൾ കളയും തോറും ഇതിങ്ങനെ കഴിക്കാൻ നല്ല കഷ്ണം പോലെ ഇങ്ങനെ കിട്ടും നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതിപ്പം പൊടിക്കൊന്ന് മൂത്തോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ കിട്ടാത്തതുകൊണ്ടേ അവിടെ ഇരുന്നപ്പം അങ്ങനെ ഇരുന്ന് മൂത്തതാന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഇത് കണ്ടപ്പം ഞങ്ങൾ ചാടി വീണു. അന്നപ്പം ഇനി ഇതിനകത്ത് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാഴ്സലിയുടെ ഇലയും അവിടെ തന്നെ കിട്ടി. അപ്പോൾ അതും ഞങ്ങൾ 80 രൂപ എങ്ങാണ്ടായിരുന്നു അത്രയും ആ ഒരു പ്രക്സിമുളോടെ ഇല, പാഴ്സലി ഇലയും പിന്നെ വെളുത്തുള്ളി ഒരു 5-8 അല്ലിയുമാണ് നമുക്ക്, പിന്നെ ഒലീവ് ഓയിലും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ നല്ല വൃത്തിയായിട്ട് ഓരോ ഇതിലെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല സെറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ സമയം ഇത് ഇതിനകത്ത് മെയിനായിട്ട് എന്നാന്ന് പറയുമ്പോൾ ഫൈബറാണ് ഉള്ളത്. ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാം വയറിൻ്റെതായ പ്രോബ്ലംസിന് ഒക്കെ നല്ല സംഭവമാണ്. അപ്പോൾ ഞാനിത് രണ്ടും നല്ല വൃത്തിയായിട്ട് കഴുകി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്നെ അപ്പോൾ ഇതൊന്നും കളയരുത്, കാരണം അതെല്ലാം നമുക്ക് ഇങ്ങനെ കഷ്ണം പോലെ കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്കതിങ്ങനെ അരിയുമ്പം തന്നെ അറിയാൻ പറ്റും ഇതിനകത്ത് കട്ടിയുള്ള ഭാഗം, അതങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ പ്രക്സിമുളകും പിന്നെ വളരെ ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുക്കുക. എന്ന് വെച്ചിട്ട് വെളുത്തുള്ളിയും ഒരു 5-8 അല്ലി വളരെ നന്നായിട്ട് ചോപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമ്മളിത് വാങ്ങിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് സമയം കിട്ടി, ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പ്രക്സിമുളകൊക്കെ ഇച്ചിരി മഞ്ഞച്ചൊക്കെ പോയത്. വാടിയില്ല, എന്നാലും നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തണ്ട് പോലും കളയണമെന്നൊരു മനസ്സില്ല, അത്രയും നല്ല മണവും അല്ലേ, എന്താ രസം. അങ്ങനെ പ്രക്സിമുളകൊക്കെ നമ്മൾ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളിയൊക്കെ എടുക്കണം. അപ്പം എന്താണ് ഈ പാഴ്സലിയുടെ ഇലയും ഈ പറഞ്ഞ പോലെ ഭയങ്കര നല്ലൊരു ഹെൽത്തി ബെനിഫിറ്റുള്ള ഇതാണ്. പാഴ്സലി ഇലയൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിഡ്നി സ്റ്റോൺ വന്ന സമയത്തേ ഇതുപോലെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ആ പാഴ്സലിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അപ്പം വയറിൻ്റെ വേദനകൾ ഒക്കെ മാറുമെന്നും പറഞ്ഞ്. അങ്ങനെ പാഴ്സലി ഇല, അപ്പോൾ അതുപോലെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഏറ്റവും ചോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമ്മളിപ്പം തൽക്കാലം ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് നമുക്കിത് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കർച്ചോഫി എടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതളുകൾ ഇതുപോലെ നന്നായിട്ട് വൈഡാക്കണം. എന്നിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ഈ പ്രക്സിമുളകും കൂടെ നമുക്കിത് ഇതിനകത്തോട്ട് പാഴ്സലി അല്ല, ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് അതിനകത്ത് നിറച്ച് കൊടുക്കണം, കുത്തി നിറയ്ക്കണം. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലോട്ട് പക്ഷേ ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ ഒലീവിൻ്റെ ഓയിൽ ഒരു 2-2.5 ടീസ്പൂണോ വല്ലതും ആവശ്യത്തിന് കുറച്ച് ഒലീവ് ഓയിലും എക്സ്ട്രാ വിർജിൻ എടുക്കുക. അത് എന്നിട്ട് ആ ഉപ്പും ഒലീവ് ഓയിലും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് അത് പിന്നെ അതിൻ്റെ ഓരോ ഇതളിലോട്ടും ഈ പ്രക്സിമുളകും ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയൊക്കെ പോകുമ്പോഴത്തേനും
നല്ല കിടു ടേസ്റ്റാണ്. പിന്നെ അത് വറുത്ത് ഇങ്ങനെ അങ്ങ് ഇത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സൂപ്പർ കിട്ടുവാണെങ്കിൽ ഐറ്റമാണ്. സൂപ്പർ സാധനമാണ്. ഇതിൻ്റെ ഇറ്റലിക്കാർക്ക് ഏറ്റവും ടേസ്റ്റ് എന്ന് പ്രിയം. പറയുന്നതും ഒരു ഡിഫറെൻറ്റാണ്. അതെ അതെ അതെ. നല്ലൊരു ടേസ്റ്റാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ അമ്മ ഇതിപ്പം ഞാൻ അവിടെ പോയപ്പോഴും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നോക്കിയായിരുന്നു. ആ സമയത്തൊക്കെ തണുപ്പ് പിന്നെ കിട്ടിയില്ല. അപ്പോൾ ഈ സംഭവം അതുകൊണ്ടാണ് വാങ്ങിച്ചത് തന്നെ മെയിനായിട്ടും. അപ്പോൾ അമ്മയ്ക്ക് ഇത് കഴിച്ചപ്പോഴത്തേക്കിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അത്ര വലിയ എന്നാ പറയുന്നത്, വലിയ കഥയൊന്നും പറയാനില്ല. നിങ്ങളെന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ലുലുമാളിൽ പോകുമ്പം പ്രത്യേകം ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ അവിടെ നിന്നേ കിട്ടാൻ വഴിയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വേറെ വലിയ വലിയ മാളുകളിലൊക്കെ കാണും, ഇല്ലയോ? അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ബ്രെക്സിമലോയും ഒലീവ് ഓയിലും ഒക്കെ നമ്മളിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഇതൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം, അത് ഏകദേശം ഒരു 200 ml, ഒരു 200 ml, 1 കപ്പ് വെള്ളം അതിനകത്തോട്ട് ഒഴിക്കണം. എന്ന് വെച്ചിട്ട് നമുക്കിത് നല്ല അടച്ച് വെച്ച് ഒരു 20 minutes മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് അവസാനം വരും. അപ്പോൾ അതൊന്നിങ്ങനെ മടിച്ചിടുക, വീണ്ടും തിരിച്ചിടുക, അങ്ങനെയൊക്കെ. ഇത് ഒരു ടൈപ്പ് ഓഫ് ഡിഷാണ് കർച്ചോഫ് വെച്ചിട്ടുള്ള. ആർട്ടിച്ചോക്ക് വെച്ചിട്ട് ഒരു ടൈപ്പ് ഓഫ് കുക്കിംഗ് ആണിത്. ഇതല്ലാതെ ഇത് വെച്ചിട്ട് പാസ്ത ഉണ്ടാക്കുമ്പോൾ അത് അടിപൊളിയാണ്. പാസ്ത കർച്ചോഫി കോൺ പാസ്ത അത് കിടുവാണ്. ഉണ്ട്. പിന്നെ ഇത് മീനിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചി ബീഫൊക്കെ ഉണ്ടല്ലോ. ഇറ്റലിക്കാരുടെ ഏറ്റവും പ്രധാനപരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല, പച്ചക്കറി. സൂക്ക, സിത്രോളി, അങ്ങനെ കുറെ സംഭവങ്ങളെല്ലാം വെച്ച് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കുന്ന പോലെ ഇതും വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ ഈ സെറ്റ് ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇതളൊക്കെ നമുക്കിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ മുരിങ്ങാക്കോലൊക്കെ ഇങ്ങനെ എടുക്കത്തില്ല. മുരിങ്ങാക്കോല എങ്ങനെയാണ് പറയുന്നത്, ചീമ്പുക അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്കിതിൻ്റെ ഓരോ ഇതളും സെറ്റാക്കി എടുക്കാം. അതിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ദശയുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് അതെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഉറപ്പായിട്ടും അത് നോക്കണം അവിടെ പോയിട്ട്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ സെയിം ഫോളോ ചെയ്താൽ മതി. ഇത് എന്നിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് കൊടുത്ത്, അപ്പം അമ്മ പറയുവാണ് കിടുവാന്നൊക്കെ. ആദ്യമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ട്രൈ ചെയ്യണേ. അപ്പം ബൈ.